ഡയബറ്റിക് പേഷ്യൻസ് പഴങ്ങൾ ഒഴിവാക്കണമെന്നുള്ളത് ഈവൻ നമ്മുടെ കൺസൾട്ടേഷൻ്റെ സമയത്ത് ഒരുപാട് പേര് വന്ന് ചോദിക്കുന്നതാണ്. പലരും എന്തെന്ന് വെച്ചാൽ ഡയബറ്റീസ് ഉണ്ടെന്ന് കേൾക്കുമ്പോൾ പഴങ്ങൾ പിന്നെ കഴിക്കുകയില്ല. അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ പഴങ്ങളിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, നാരുകളുണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മുടെ ബോഡിക്ക് കിട്ടാതെ വരും ഈ പഴങ്ങൾ കഴിക്കാതിരിക്കുമ്പോൾ. യൂഷ്വലി ഞാൻ പറയാറുള്ള അഡ്വൈസ്, ഈ പഴങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴങ്ങളിൽ സ്റ്റാർച്ച് അല്ല. നമ്മൾ ചോറ്, ചപ്പാത്തി അതിലൊക്കെ സ്റ്റാർച്ചാണ്. അത് കുറച്ചും കൂടെ ടൈം എടുത്ത് ദഹിച്ചിട്ട് ഗ്ലൂക്കോസായി മാറുന്നതാണ്. പഴങ്ങളിൽ കൂടുതലും ഫ്രക്ടോസ് എന്ന് പറഞ്ഞ ഷുഗറാണുള്ളത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് അബ്സോർപ്ഷൻ നടക്കാം, കുറച്ചും കൂടെ ഫാസ്റ്ററായിട്ട് നമ്മുടെ പഞ്ചസാരയുടെ അളവ് കയറ്റാം. പക്ഷേ പഴങ്ങളിൽ അടങ്ങിയിട്ടുള്ള നാരുകൾ അത് ഈ അബ്സോർപ്ഷന് കുറേ തടസ്സം നിൽക്കും. അതായത് സ്ലോ ആയിട്ട് തന്നെ അതിനകത്ത് കയറി പോവുള്ളൂ, നമ്മുടെ ബോഡിയിലോട്ട് കയറി പോവുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പ്ലസ് വിറ്റമിൻസും മിനറൽസും ഒക്കെ നല്ലോണം ഉള്ളത് കൊണ്ടും പഴങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കേണ്ട കാര്യമില്ല. പഴങ്ങളുടെ ഉപയോഗം മിതപ്പെടുത്തുക. പിന്നെ പഴങ്ങൾ കഴിവതും ഭക്ഷണം കഴിച്ച ഉടനെ കഴിക്കാതെ, കാരണം ഭക്ഷണം കഴിച്ച് അതിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് ദഹിച്ച് ഗ്ലൂക്കോസായി മാറും. നമ്മളിപ്പോൾ ഈ കഴിക്കുന്ന ഫ്രൂട്ടിലെ ഫ്രക്ടോസും വീണ്ടും ഷുഗർ ലെവൽസ് കൂട്ടാം. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ചാൽ അഡ്വൈസ് ചെയ്യാറുണ്ട്, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് പഴങ്ങൾ കഴിക്കുക. ഇപ്പോൾ 8:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആൾക്ക് എന്തായാലും ഒരു 11 മണിയാകുമ്പോൾ വിശക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങൾ മോഡറേറ്റ് എമൗണ്ടിൽ, ഇപ്പോൾ ഒരു ആപ്പിളൊക്കെ, ചെറിയ ആപ്പിളൊക്കെ ആണെങ്കിൽ ഒരു ആപ്പിൾ, അതല്ലാതെ 4-5 ആപ്പിൾ സാധാരണ ഒരാൾക്ക് അങ്ങനെ എടുത്ത് കഴിക്കാം. പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് ഒരു മോഡറേഷനിൽ മാത്രമേ പഴങ്ങൾ കഴിക്കാവൂ. പക്ഷെ ഒരുവിധം എല്ലാ പഴങ്ങളും തന്നെയും കഴിക്കാം. പിന്നെ ചിലർ പറയും മാങ്ങ, അമാതിരി ചക്കയൊക്കെ ഒരുപാട് ഫ്രക്ടോസ് കണ്ടന്റ് ഉള്ള ചില പഴങ്ങൾ ഒന്നും കൂടെ ലിമിറ്റ് ചെയ്യണം നന്നായിരിക്കും എന്ന് പറയും. അങ്ങനെ ചെയ്യാം.